ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് നമ്മുടെ ഭാവി ഒന്ന് പ്ലാൻ ചെയ്യാൻ സാധിക്കുക? ഭാവി പ്ലാൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ വേണം, കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷനൊക്കെ വേണം. ഒരു 8 സ്റ്റെപ്പുകളായിട്ട് ഞാൻ ഈ ഭാവി പ്ലാൻ ചെയ്യുന്ന പരിപാടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും ആദ്യത്തെ കാര്യം സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് റിഫ്ലക്ഷൻ ആണ്. അതായത് ആദ്യം നമ്മളെ തന്നെ നമ്മളൊന്ന് അസസ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ഭാവി പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഡെഫിനറ്റ്ലി കരിയറിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും കൺസേൺഡ് ആയിരിക്കും. അപ്പോൾ കരിയറാണ് ഒരു കാര്യം. തീർച്ചയായിട്ടും കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫൈനാൻഷ്യൽസ്. നമ്മുടെ ഫൈനാൻഷ്യൽസ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ളത്. മറ്റൊന്ന് നമ്മളുടെ സോഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത്. ഒപ്പം തന്നെ നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും നമ്മളൊന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇത് റിലേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നെറ്റ്വർക്ക്, നമ്മളുടെ സോഷ്യൽ റിലേഷൻ, നമ്മുടെ ഫാമിലി റിലേഷൻ, നമ്മുടെ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട് നമ്മളുടെ പ്ലാനിങ്ങിന് അല്ലെങ്കിൽ 5 വർഷം എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഒന്ന് തിരിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എന്ത് സ്റ്റാറ്റസിലാണ് ഈ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അങ്ങനെ ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 5 വർഷം കഴിയുമ്പോഴേക്കും അതൊരു 5 ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അതിന് മുന്നിലുള്ള ചലഞ്ചസ്, എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല സ്കില്ലുകളും ഉണ്ടാവില്ല, 5 ലക്ഷം കിട്ടാനുള്ള പല ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അതിനനുസരിച്ച് റിലേഷൻസ് ഉണ്ടാവില്ല, കണക്ഷൻസ് ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനലൈസ് ചെയ്യുക. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാറ്റസിലേക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണെന്നും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു കടലാസിൽ കുറിക്കുക തന്നെ വേണം. അല്ലാതെ ഈ മെൻ്റലായിട്ടുള്ള ഈ മാനസികമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ പലപ്പോഴും ഇത് വർക്കൗട്ട് ആവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഷീറ്റ് എടുത്തുകൊണ്ട് തന്നെ വേണം ഇതൊന്ന് കൃത്യമായിട്ട്. ഇതിന് പല ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാം. ഈവൻ ടെംപ്ലേറ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തേത് ആ ലോങ് ടേം ഗോൾസ് എന്ന് പറയും. ഈ 5 വർഷത്തേക്കുള്ള ഗോൾസ്, 5 വർഷം ലോങ് ടേം ആയിട്ട് നമുക്ക് എടുക്കാം. 5 വർഷത്തേക്കുള്ള ഗോൾസ് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇപ്പോൾ കരിയറിൽ നിങ്ങൾക്ക് എവിടെ എത്തണം, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ടാക്കിയെടുക്കണം, ഒപ്പം തന്നെ റിലേഷൻസ് എത്രമാത്രം സ്ട്രോങ്ങർ ആക്കണം, എത്ര ആളുകളുമായിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ബുക്കിൽ കോൺടാക്ട് ലിസ്റ്റിൽ എത്ര ആളുകളുടെ പേരുണ്ടാവണം. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്പറിൽ സ്മാർട്ട് ഗോൾസ് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. സ്മാർട്ട് എന്ന് പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. അങ്ങനെ തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് 5 വർഷത്തേക്കുള്ള ഗോളുകൾ, നിങ്ങൾ ഈ ഓരോ സെഗ്മെൻറ്റിലുള്ള ഗോളുകൾ കൃത്യമായിട്ട് എഴുതിയിടുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ലോങ് ടേം ഗോളുകളെ കുറച്ചുകൂടി ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളായിട്ട് ചെറുതായി തരംതിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 വർഷത്തേക്കുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ആയിരിക്കും. 5 ലക്ഷം കൊണ്ട് 5 ലക്ഷം മാസ വരുമാനമാക്കി മാറ്റാനാണ് നിങ്ങളുടെ പ്ലാൻ ഉള്ളത്. പക്ഷേ ഒറ്റയടിക്ക് നാളെയോ മറ്റന്നാളോ ഇതാക്കി മാറ്റാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ 5 വർഷത്തെ പ്ലാനിനെ 1 വർഷത്തെ പ്ലാനാക്കി മാറ്റാം. അപ്പോൾ 1 വർഷം കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷമാണ് കിട്ടുന്നതെങ്കിൽ അതിനെ 1.5 ലക്ഷമാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കാം. ബുദ്ധിമുട്ടുണ്ടാവില്ല. 50,000 രൂപയാണ് നിങ്ങൾക്ക് കൂടേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ പുതിയ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ജോലിയിൽ കൂടുതൽ ഇൻസെൻറ്റീവുകൾ കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കാം, ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെ ഒരു 50,000 രൂപ കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഒരു ആക്ഷൻ പ്ലാനാക്കി, ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആക്കിയിട്ട് ഈ ലോങ് ടേം പ്ലാനിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 വർഷം കഴിയുമ്പോഴേക്കും എന്തായി മാറും? 1 എന്നുള്ളത് 1.5 ആയിട്ട് മാറും. നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമേ അതായി മാറുകയുള്ളൂ എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ മേടിക്കുന്ന 1 ലക്ഷം തന്നെ, അല്ലെങ്കിൽ ആ 1 ലക്ഷം ഒരുപക്ഷെ ഓർഗാനിക്കലി 1,50,000 10,000 ഒക്കെ ആയി മാറിയെന്ന് വരാം. പക്ഷെ 1,50,000 ആക്കണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായേ പറ്റൂ. ഈ ഒരു സംഭവം, അതായത് ഷോർട്ട് ടേം പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അപ്പം എന്തൊക്കെ പാസീവ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കൂടുതൽ മേടിക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ടൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. അതുപോലെ അതിനുവേണ്ടി നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. എന്തൊക്കെ പുതിയ കോഴ്സുകൾ പഠിക്കണം, എന്തൊക്കെ പുതിയ സ്കില്ലുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, എന്തൊക്കെ പുതിയ കോൺടാക്റ്റുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ക്ലാരിറ്റി വരുമ്പോഴാണ് അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, അടുത്ത ഒരു വർഷത്തേക്കുള്ള കൃത്യമായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യും, അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ ആക്കുകയും ചെയ്യുക. അതായത് ഡേ ബൈ ഡേ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനുവേണ്ടി ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ സ്കില്ല് നേടാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ചലഞ്ചസിനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം തന്നെ ഈ ആക്ഷൻ പ്ലാനിൽ ഉണ്ടായിരിക്കണം. ഇത് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഈ പ്ലാനിനെ മോണിറ്റർ ചെയ്യുകൂടി ചെയ്യണം. എത്രമാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഉപയോഗിക്കണം. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ഫ്ലെക്സിബിൾ ആവുകൂടി വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഡെസ്പറേറ്റ് ആവുകയല്ല വേണ്ടത്. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വീണ്ടും പ്ലാൻ ചെയ്യുക, വീണ്ടും എത്രയും പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. അപ്പോൾ മോണിറ്റർ ചെയ്യുക, ഒപ്പം തന്നെ ഫ്ലെക്സിബിൾ ആവുകയും കൂടി ചെയ്യുക. അടുത്തത് സപ്പോർട്ടുകളും റിസോഴ്സസും സമാഹരിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാവണമെന്നില്ല, വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഒരുപക്ഷെ ചെയ്യാൻ സാധിക്കുക. ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ ഒരു റെഫറൻസോട് കൂടിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കോൺടാക്റ്റ് പോയിന്റുകൾ കണ്ടെത്തുകയും അവരുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ സമാഹരിക്കുക, അവരിലേക്കുള്ള കോൺടാക്റ്റ് പോയിന്റ്സ് ഉണ്ടാക്കിയെടുക്കുക, കൃത്യമായി അവരെ കോണ്ടാക്ട് ചെയ്യുക, കിട്ടുന്നത് വരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്തത് നമ്മുടെ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാതെ ശക്തമായി ഇതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പിയർ ടു പിയർ മോട്ടിവേഷൻ ആവശ്യമാണ്. ചിലപ്പോൾ നമ്മളിത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യേണ്ടി വരും, ഞാൻ ഇങ്ങനെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പബ്ലിക്കായി അനൗൺസ് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടാകുന്നത്, ഇത് അച്ചീവ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മോട്ടിവേഷനൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വളരെ ഫിറ്റായിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. അതൊക്കെ വളരെ കൃത്യമായിട്ട് കൂടി ചെയ്യുക എന്നുള്ളതിന് വളരെ പ്രധാനമാണ്. ആൻഡ് ഫൈനലി, നിങ്ങളൊരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, വളരെ ചെറിയ കാര്യമായിക്കോട്ടെ, വളരെ ചെറിയൊരു സംഭവമായിരിക്കാം, വളരെ ചെറിയൊരു സ്റ്റെപ്പ് ആയിരിക്കാം, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ഇറ്റ്, അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക, മറ്റുള്ളവരെ കൂടി ഇത് അറിയിക്കുക, നിങ്ങളിത് അച്ചീവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളിൽ ഒരു വലിയ കോൺഫിഡൻസ് ഇത് കൊണ്ടുവന്ന് തരും. തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ മോട്ടിവേഷനും പ്രേരണയും ഒക്കെ ആയിരിക്കും ഈ പറയുന്ന സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു 8 സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ തീർച്ചയായിട്ടും 5 വർഷത്തേക്ക് വേണ്ടി നമ്മൾ മുമ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനടി ഒരു പേപ്പറും പേനയും എടുക്കുക, നിങ്ങളുടെ 5 വർഷത്തേക്കുള്ള സ്വപ്നങ്ങൾ അതിനകത്ത് എഴുതുക, ഈ 8 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോവുക. അടുത്തതായി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ചെറിയ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടി ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.